ഇതാണ് വെച്ചൂർ പശു. ഇത് കണ്ടോ, ഇതാണ് കപ്പ കൃഷി. കപ്പയുണ്ട്, ചേനയുണ്ട്. ഇത് കണ്ടോ, ഇത് വെച്ചൂർ പശു. എത്ര മാസമായി കൊച്ചേട്ടാ ഇതിന്? കുത്തി വെച്ചിട്ട് 4-5 മാസമായ പശുവാണ്. ഇത് കണ്ടോ, ഇതെല്ലാം കപ്പ കൃഷി, കപ്പയാണ്. ഇതെല്ലാം മനോഹരൻ പിള്ളയുടെ കപ്പ കൃഷിയാണ്. ഒത്തിരി വർഷമായി കോഴി ഫാമും കോഴിവളം മാത്രമാണ് ഇതിടുന്നത്. കോഴിവളം മാത്രം ഇട്ട് വളർത്തുന്ന കപ്പ കൃഷിയാണ്. കപ്പ, ചേന, എല്ലാ ഏത്തവാഴ 1000-1500 ഏത്തവാഴ കൃഷിയുണ്ട്. വലിയ കുഴപ്പമില്ല. കോഴിവളം മാത്രമാണ് ഇടുന്നത്. പട്ടാളത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം 1 മിനിറ്റ് പോലും വിശ്രമ ജീവിതമില്ലാതെ ഇരിക്കുന്ന ഒരാളാണ് മനോഹരൻ പിള്ള. ഇത് കണ്ടോ, ഏത്തവാഴയൊക്കെ ഉണ്ട്. ഈ കാറ്റത്ത് ഒത്തിരി ഒടിഞ്ഞു പോകും. കോഴി ഫാമാണ്. കോഴി ഫാം 3000-4000 കോഴിയുണ്ട്. കോഴി ഫാമുണ്ട്. മുട്ടയിടുന്ന കോഴിയുണ്ട്. അല്ലാത്ത കോഴി കുഞ്ഞുങ്ങളുണ്ട്. ഇതാണ് ആള് കോഴിക്ക് വേണ്ട മരുന്നും കാര്യങ്ങളും ഒക്കെ എടുക്കുവാണ്. അതുകൊണ്ട് മുട്ടയിടുന്ന കോഴികളാണ് കാണുന്നത്. ഇത് മുട്ടയിടുന്ന കോഴികൾ. ഇത് മുട്ടയിടുന്ന കോഴികൾ. ഇത് മുട്ടയിടുന്ന കോഴികൾ. ഇത്രയുണ്ട്. ഡെയിലി മുട്ടയിടും. ഇത് ഡെയിലി മുട്ടയിടുന്ന കോഴികൾ. പച്ചക്കറിയൊക്കെ അരിഞ്ഞു കൊടുത്തിരിക്കുവാണ്. അത് മുട്ടയിടാൻ പാകമായ കോഴികളാണ്. മുട്ടയിടാൻ 3 മാസമായ 2 മാസം 3 മാസമായ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഇതിനകത്ത് മുഴുവൻ കോഴിക്കുഞ്ഞുങ്ങളാണ് കിടക്കുന്നത്. ഇതാണ് ആള് മനോഹരൻ പിള്ള എന്ന് പറയുന്ന. പട്ടാളത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം വിശ്രമ ജീവിതം മുഴുവനും കൃഷിയിലോട്ട് തിരിഞ്ഞിരിക്കുവാണ്. അവാർഡൊക്കെ കിട്ടിയ ആളാണ്. പിന്നെ കൊച്ചേട്ടാ മരുന്നും കാര്യങ്ങളും ഒന്ന് കാണിക്കാം. കോഴിക്ക് ഉപയോഗിക്കുന്ന മരുന്നും കാര്യങ്ങളുമാണ്. ഇനിയുണ്ടോ മരുന്ന്? കോഴികൾക്ക് ഉപയോഗിക്കുന്ന മരുന്നും കാര്യങ്ങളുമാണ്. ചേന, കപ്പ, കാച്ചിൽ, വെച്ചൂർ പശു എല്ലാം ഉണ്ട്. കൊച്ചേൻ്റെ ഇത് മനോഹരൻ പിള്ള എന്ന് പറയും. പട്ടാളത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷമുള്ള കൃഷികളും കാര്യങ്ങളിലോട്ടും തിരിഞ്ഞിരിക്കുകയാണ്. കോടുകുളഞ്ഞി വെൺമണിയിലാണ്. കോടുകുളഞ്ഞി വെൺമണി ചെങ്ങന്നൂർ എന്നും മാവേലിക്കരയ്ക്കും ഇടയിലാണ് ഈ സ്ഥലം. അവിടെ നിന്നും ഒരുപാട് ദൂരമില്ല. വേണ്ടവർ, കോഴിയെ വേണ്ടവരും മുട്ടയിടുന്ന കോഴിയെ വേണ്ടവരും വിളിച്ചാൽ ഇവിടെ വന്നാൽ വാങ്ങി കൊണ്ടുപോകാവുന്നതാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് ബാംഗ്ലൂരിൽ നിന്നാണ് കോഴിക്കുഞ്ഞുങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടാണ് അതിന് വേണ്ട മരുന്നും കാര്യങ്ങളുമൊക്കെയാണിത്. കാണുന്നതെല്ലാം കോഴിക്ക് ഉപയോഗിക്കുന്ന മരുന്നും കാര്യങ്ങളുമാണ്. കണ്ടോ, ഓരോ സമയത്തും കൊടുക്കേണ്ട മരുന്ന്. അതുകൂടാതെ എന്നും വൈറ്റമിനും സാധനങ്ങളും എല്ലാം ഇതിനകത്ത് ചേർത്താണ് കൊടുക്കുന്നത്. പിന്നെ വെള്ളത്തിൽ ചേർത്ത് കോഴിക്ക് വേണ്ട മരുന്നും കാര്യങ്ങളെല്ലാം വെള്ളത്തിൽ ചേർത്തങ്ങ് കൊടുക്കും. അത് കാരണം മറ്റ് വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതെ കിടക്കും. 2 ലെയറിട്ട് വെച്ചിരിക്കുവാണ്. വേണ്ട 2 ലെയറിട്ട് വെച്ചിരിക്കുവാണ് കോഴി ഫാമിൽ. കോഴി കുഞ്ഞുങ്ങളെ മറ്റ് പാമ്പ് ശല്യവും മറ്റ് ശല്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനാണ്. ഇത് കണ്ട 3000 കോഴികളാണ് ഈ കൂട്ടിൽ കിടക്കുന്നത്. 3000 കോഴികൾ ഈ കൂട്ടിലുണ്ട്. എന്തിയോ ചേട്ടാ മരുന്ന്?